കാങ്കയം ആസ്ഥാനമായുള്ള വ്യവസായികൾ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ ഉയർത്തിയെങ്കിലും അവരുടെ കണക്ക് കൂട്ടലിനൊത്ത് ദക്ഷിണേന്ത്യൻ വിപണികളിൽ നിന്നും ആവശ്യക്കാർ എത്തിയില്ല. തമിഴ്നാട്ടിൽ എണ്ണവില കിൻഡലിന് 325 രൂപയിലും കൊപ്രയ്ക്ക് 200 രൂപയും വർദ്ധിച്ചു. കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിലാണ്. അതേസമയം തൃശൂർ, കോഴിക്കോട് ഉൽപ്പന്ന വിലകളിൽ നേരിയ ഉണർവ് ദൃശ്യമായി. വിപണി മാസാന്ത്യത്തോടെ ചൂടുപിടിക്കുമെന്ന കണക്കുകൂട്ടലാണ് വ്യവസായികൾ. അറബ് രാജ്യങ്ങളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് പുതിയ ഓർഡറുകൾ എത്തുമെന്ന നിഗമനത്തിലാണ് കൊപ്രയാട്ട് വ്യവസായ രംഗം. ഹൈറേഞ്ചിൽ കാലാവസ്ഥ ഏലത്തിന് അനുകൂലമെന്ന് വ്യക്തമായതോടെ വൻകിട തോട്ടങ്ങളും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് ലേലത്തിനിറക്കാൻ ഉത്സാഹിക്കുന്നു. വാരാന്ത്യം നടന്ന 2 ലേലങ്ങളിലായി 1,17,000 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിൽ 1,15,000 കിലോ ചരക്ക് വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,850 രൂപയിലാണ്. ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഏലയ്ക്ക ശേഖരിക്കുന്നുണ്ട്. തായ്ലൻഡിൽ പല ഭാഗങ്ങളിലും മഴ മൂലം ടാപ്പിംഗ് സ്തംഭിച്ചിട്ടും ബാങ്കോക്കിൽ റബ്ബറിന് കിലോ 300 രൂപയിലെ പ്രതിരോധം മറികടക്കാനായില്ല. വ്യാപാരാന്ത്യ നിരക്ക് 299 രൂപയിലാണ്. കേരളത്തിൽ 4ാം ഗ്രേഡ് കിലോ 273 രൂപയിലും 5ാം ഗ്രേഡ് 270 രൂപയിലും വിപണനം നടന്നു. അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള ഡിമാൻഡ് കുരുമുളക് വില ഉയർത്തി. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും മുളകിന് വിൽപ്പനക്കാർ കുറവാണ്. അൺഗാർബിൾഡ് കിലോ 693 രൂപയായി കയറി.